ടെക്നിക്കൽ അനാലിസിസ് മെയിനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ട്രേഡേഴ്സ് മെയിനായിട്ട് 3 തരത്തിലുള്ളത്. സാധാരണ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, രണ്ടാമത്തെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, മൂന്നാമത്തെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മിക്സ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് എന്താണ് ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് അറ്റംപ്റ്റ് ടു ഫോർകാസ്റ്റ് സ്റ്റോക്ക് പ്രൈസസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ പ്രൈസസ് ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് ഡേറ്റ. ഓക്കെ, മെയിനായിട്ട് നമ്മളൊരു ഫോർകാസ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു പ്രെഡിക്റ്റ് ചെയ്യണം ഈ പ്രൈസ് ഇത്ര വരെ എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, മാർക്കറ്റിന്റെ ഡേറ്റ അനുസരിച്ച് നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും ഈ പ്രൈസ് ഇത്ര വരെ എത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു അനാലിസിസ് നടത്തുകയാണ്. ചിലപ്പോൾ കറക്റ്റ് ആവാം, ചിലപ്പോൾ കറക്റ്റ് ആവാതിരിക്കാം. മാർക്കറ്റിന്റെ ബേസ് വെച്ചാണ് എല്ലാ ഡേറ്റയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്പേഴ്സ് വെച്ചാണ് അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, നമ്പർ വെച്ചാണ് അനാലിസിസ് ചെയ്യുന്നത്. എന്തിന്റെ പ്രൈസ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ ഓരോ പീരീഡ് വെച്ച് അതിനെ അനാലിസിസ് ചെയ്യും. ടെക്നീഷ്യൻസ് യൂഷ്വലി ലുക്ക് അറ്റ് പ്രൈസ്. ഓക്കെ, പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ്. ഓക്കെ, വോളിയം ആൻഡ് സൈക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് അനലൈസ് ചെയ്യും. They are looking for trend and patterns in the data that indicate future price movement. ഫ്യൂച്ചറിൽ എങ്ങനെ പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാവും. മെയിനായിട്ടും ചാർട്ടാണ് ബേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയും അതുപോലെ ബൈ ആൻഡ് ഹോൾഡ്. ഇവിടെ ഓരോ ചാർട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര പ്രൈസ് ആക്ഷൻ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, എന്താണ് നമ്മൾ മെയിനായിട്ടും ഇത് നോക്കാം. ചാർട്ട് നോക്കി മനസ്സിലാക്കാം, പാറ്റേൺസ് നോക്കി മനസ്സിലാക്കാം, ഇൻഡിക്കേറ്റേഴ്സ് നോക്കി, വോളിയം നോക്കി എന്നിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഏറ്റവും അധികം കണ്ടായിരുന്നു നമ്മൾ ക്യാൻഡിൽസ്റ്റിക് നോക്കുമ്പോൾ ഹൈ പ്രൈസ്, ലോ പ്രൈസ്, ക്യാൻഡിലിന്റെ ഓപ്പൺ, ഇത് നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ്. ബുള്ളിഷ് ക്യാൻഡിൽ, ബിയറിഷ് ക്യാൻഡിൽ. ഓക്കെ, പിന്നീട് ചാർട്ട്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇത് അപ് ട്രെൻഡിലേക്ക് പോകുന്ന. ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ്. ഓക്കെ, ഇവിടെ ഓപ്പൺ ആയി, ഈ പ്രൈസ് ഓപ്പൺ ആയി, ഈ പ്രൈസിൽ വന്നപ്പോൾ ഹൈ ആയി, പിന്നീട് ഡൗണിലേക്ക് വന്നു, ഈ പ്രൈസ് ഏറ്റവും ഡൗൺ ആണ്, പിന്നീട് ഇവിടെ അത് ക്ലോസ് ആയി. എല്ലാ ക്യാൻഡിലും എല്ലാ ചാർട്ട്സിനും ഇങ്ങനെയായിരിക്കും മെയിനായിട്ട് ഷോ ചെയ്യും. പിന്നീട് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ബുക്കിൽ എഴുതിയെടുക്കുക ട്രെൻഡ് ലൈൻ, മൂവിംഗ് ആവറേജ്, പ്രൈസ് പാറ്റേൺ, ഇൻഡിക്കേറ്റർ ആൻഡ് സൈക്കിൾ. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ട്രെൻഡ് ലൈൻ ആണ്. ഓക്കെ, ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് നമ്മൾ. ഓക്കെ, മെയിനായിട്ടുള്ള 3 ബേസിക് ട്രെൻഡ് ലൈൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒന്നാമത്തെ അപ് ട്രെൻഡ് ശ്രദ്ധിക്കുക. ഇവിടെ ഓരോ ഭാഗത്തും സപ്പോർട്ട് ഏരിയകളാണ്. ഇവിടെ ഈ ഭാഗം കാണുന്നുണ്ടോ, ഞാൻ കരച്ച് വെച്ചിരിക്കുന്ന ഭാഗം, ഈ ഭാഗത്ത് ഇതെല്ലാം സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ സപ്പോർട്ട് എടുത്തു, മുകളിലേക്ക് പോയി, ഇവിടെ സപ്പോർട്ട് എടുത്തു, മുകളിലേക്ക് പോയി, സപ്പോർട്ട് എടുത്തു, മുകളിലേക്ക് പോയി, പിന്നെ അടുത്ത് ഇവിടെ വന്നിട്ട് അപ് ട്രെൻഡിലേക്ക് പോകും. ഓക്കെ, അപ്പൊ 4 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇങ്ങനെ സപ്പോർട്ട് കിട്ടി കഴിയുമ്പോൾ താഴത്തേക്ക് പോയില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡൗണിലേക്ക് വന്നില്ല, താഴത്തേക്ക് പോയി നേരെ താഴത്തേക്ക് പോകും. ഓക്കെ, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് നേരെ മുകളിലേക്ക് പോകും. ഓക്കെ, അതാണ് ഒരു അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇത് ഡൗൺ ട്രെൻഡ്. ഓക്കെ, ഇവിടെ ആദ്യം റെസിസ്റ്റൻസ് ആയിരുന്നു, പിന്നീട് അടുത്ത റെസിസ്റ്റൻസ് ആയി, മൂന്നാമത്തെ റെസിസ്റ്റൻസ് ആയി, നാലാമത്തെ വന്നപ്പോഴും ഇവിടെ റെസിസ്റ്റൻസ് ആയി നേരെ താഴത്തേക്ക് പോകും. ഓക്കെ, പിന്നീട് സാധാരണ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 6 ആയി മോഷൻ, അപ് ഡൗൺ അപ് ഡൗൺ അപ് ഡൗൺ എന്നുള്ള മോഷൻ. ഓക്കെ, നമുക്കിവിടെ നിന്ന് കണ്ടുപോകും. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ റേഞ്ചിൽ എന്താണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൈസ് അപ്പിലേക്ക് വന്നു, പിന്നെ ഡൗണിലേക്ക് പോയി, പിന്നെ അപ്പിലേക്ക് വന്നു, പിന്നെ ഡൗണിലേക്ക്, പിന്നെ ശരിക്കും വരച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ റേഞ്ച് ബൗണ്ടിൽ നിന്ന് താഴത്തേക്ക് പോകുന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടുന്ന് താഴത്തേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇവിടം വരെ ഉണ്ടായിരുന്നു, ഈ ഭാഗത്ത് നിന്ന് ബ്രേക്ക് ഔട്ട് ആയി എന്തുപറ്റി താഴത്തേക്ക് ഡൗണിലേക്ക് പോകുന്നു. ഓക്കെ, ഈ ഭാഗത്തെല്ലാം റെസിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, പിന്നീട് വേറെ ഒന്നും കാണിച്ചില്ല. ഈ ഭാഗത്ത് ശ്രദ്ധിച്ചാലും ഇവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ റേഞ്ച് ബൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഓക്കെ, ഇതിന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടം വരെ ഇവിടം വരെ സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ്, പിന്നെ താഴത്തേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് താഴത്തേക്ക് പോയി. ഓക്കെ, പിന്നീട് ഈ പ്രൈസിൽ ഇവിടെ ആണെങ്കിൽ നോർമൽ റേഞ്ച് ബൗണ്ട് ആണ്. ഓക്കെ, ഇവിടെ നമ്മളിത് ഇത് വച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നോർമലാണ് പോകുന്നത്. ഓക്കെ, നോർമൽ റേഞ്ച് ബൗണ്ട് ആണ് പോകുന്നത്. ഓക്കെ, സപ്പോർട്ടും റെസിസ്റ്റൻസ് എടുക്കാം. ഇതല്ല ഇവിടെയൊക്കെ സപ്പോർട്ടാണ്. ഈ ഭാഗത്ത് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക. ഇവിടെ സപ്പോർട്ട്, അടുത്ത് ഇവിടെ സപ്പോർട്ട്. ഓക്കെ, ഇവിടെ സപ്പോർട്ട്. ഇതെല്ലാം ഒരേ ലൈനാണ്, അടുത്തടുത്തുള്ള ലൈനുകളാണ്. ഇതെല്ലാം ഒരേ ലൈനാണ്. ഇതെല്ലാം ഒരേ ലൈനാണ്. ഈ നിൽക്കുന്നുണ്ട്.
ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗണിലേക്ക് പോകും. ഓക്കെ, അതുപോലെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം, ഇവിടെയുള്ള റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്യണം ഇതിന്റെ പ്രൈസിന്റെ. ഓക്കെ, ഈ പ്രൈസ് ബ്രേക്ക് ചെയ്യണം, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പിലേക്ക് പോകും. ഇങ്ങനെ ഓരോ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ റേഞ്ച് ബൗണ്ടൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് റേഞ്ച് ബൗണ്ടിലാണ് വരുന്നത്. ഇതുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഈ പ്രൈസിന് മേടിക്കാം, ഈ പ്രൈസ് സെല് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഈ പ്രൈസിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് അടുത്ത പ്രൈസ് സെല് ചെയ്യാൻ നോക്കുക, അവിടെ ഷോ ചെയ്യും. പിന്നെ അടുത്ത ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ട്രേഡ് നടത്തുമ്പോൾ അറിഞ്ഞിരിക്കുന്ന രണ്ട് വേർഡുകളാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. എപ്പോഴും പറയുന്നുണ്ട് സപ്പോർട്ട് ഏരിയ, റെസിസ്റ്റൻസ് ഏരിയ. സപ്പോർട്ട് ഏരിയ, റെസിസ്റ്റൻസ് ഏരിയ ഒന്നും ആരും നിങ്ങളെ പഠിപ്പിച്ചു തരത്തില്ല. നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ കോയിൻസിനെയും നോക്കിയിട്ട് അതിന് മനസ്സിലാക്കണം. ഈ പ്രൈസിൽ വരുമ്പോൾ ഇതിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഈ പ്രൈസിൽ വരുമ്പോൾ ഇതിന് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ പാർട്ട് ശ്രദ്ധിക്കുക. ഒരു പാർട്ടിൽ വന്നു, ഇവിടെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ഇവിടെ ടച്ച് ചെയ്ത് താഴത്തേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, പക്ഷെ സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുന്നു. പിന്നീട് വേറെ അടുത്ത രണ്ടാമത്തെ സപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെയും മൂന്ന് റെസിസ്റ്റൻസ് വന്നപ്പോൾ താഴത്തേക്ക് പിന്നെയും പോയി. പിന്നീട് അപ്പിലേക്ക് വന്നു, ഇവിടെ റെസിസ്റ്റൻസ് വന്നപ്പം ഇതിനെ ബ്രേക്ക് ചെയ്ത് അപ്പിലേക്ക് വന്നു. രണ്ടാമത്തെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു, പിന്നീട് മൂന്നാമത്തെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പിന്നെ അപ്പിലേക്ക് പോയി. ബ്രേക്ക്ഔട്ട് പ്രിഡിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക്ഔട്ട് ആണ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഏരിയ കഴിയുമ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ BTCയുടെ റെസിസ്റ്റൻസ് ഏരിയ ആണെങ്കിൽ ഈ 39,476. ഓക്കെ, ഈ ഭാഗം ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്ത് 39,476 കഴിയുവാണെങ്കിൽ BTC പിന്നെ മുകളിലേക്ക് പോകും. സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ ഇതുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഭയങ്കര വലിയൊരു സപ്പോർട്ട് ഏരിയ. അതുകൊണ്ട് ഈ ഇത്രയും ഭാഗത്ത് ഇതുണ്ട്, ഇവിടെ എല്ലാം സപ്പോർട്ട് ഏരിയ 37, 37 വലിയ സപ്പോർട്ട് ഏരിയ. ടെക്നിക്കലായിട്ട് ഇതല്ല ശരിക്കും ടെക്നിക്കൽ അനാലിസിസ്. നമ്മൾ ഓരോരോ തിയറികൾ ഉണ്ടാക്കുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. നമ്മൾ ഓരോ അനാലിസിസ് നടത്തുന്നതാണ്. നമ്മളിപ്പോ ഒരു ബേസിക്സ് ആയിട്ട് പഠിച്ചു, ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണെന്നുള്ളത് പിന്നെയും ക്ലാസ്സുകളിൽ പഠിക്കും. പക്ഷെ എന്നിട്ട് നമ്മളൊരു തിയറി ഉണ്ടാക്കണം സ്വന്തമായിട്ട്. BTC ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ പോകാൻ സാധ്യത. ഓക്കെ, BTC ഡൗൺ ആയി കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള നമ്മളൊരു പ്രഡിക്ഷൻ നടത്തും. എന്നാലും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. സിമ്പിൾ മൂവിംഗ് ആവറേജ്. ഓക്കെ, സിമ്പിൾ മൂവിംഗ് ആവറേജ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓരോ പ്രൈസ് മാർക്കറ്റിനനുസരിച്ച് മൂവ് ചെയ്യുന്ന, ഓക്കെ, ഓരോ ദിവസം അനുസരിച്ച് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അനാലിസിസ് എടുക്കുന്നത് സിമ്പിൾ മൂവിംഗ് ആവറേജ് വെച്ചാണ് നമ്മൾ അനാലിസിസ് എടുക്കുന്നത്. ഓക്കെ, മൂവിംഗ് ആവറേജ് സിംപ്ലി ദ ആവറേജ് പ്രൈസ് ഓവർ ദ ലാസ്റ്റ് എൻ പീരിയഡ് എന്ന് പറഞ്ഞാൽ 6 ദിവസം 12 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ RSI നോക്കുന്ന പോലെ മൂവിംഗ് ആവറേജ് നമ്മൾ നോക്കിയിട്ട് അനാലിസിസ് ചെയ്യും. ഓക്കെ, സിമ്പിൾ മൂവിംഗ് ആവറേജ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ട്രേഡ് നടത്താൻ പറ്റും. This chart showed MSFT with a 10-day moving average. Note how the moving average shows much less volatility than the daily stock price. Okay, ഇവിടെ 10 ദിവസത്തെ ഗ്രാഫാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ മൂവിംഗ് ആവറേജ്. അപ്പൊ നമുക്ക് മനസ്സിലാകും പ്രൈസ് എങ്ങനെയാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നീട് പറയുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ഒരു പീക്ക് ലെഫ്റ്റ് ഷോൾഡർ. ഓക്കെ, ഒരു പീക്ക് ആണ്, ഒരു ബുള്ളിഷ് ലെവൽ, പിന്നീട് വലിയൊരു ബുള്ളിഷ് ലെവൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹെഡ്, പിന്നീട് റൈറ്റ് ഷോൾഡർ വേറൊരു ഹെഡ്. ഓക്കെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഷോൾഡർ ഹെഡ്. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രൈസ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയില്ലെങ്കിൽ നേരെ താഴത്തേക്ക് വരും. ഓക്കെ, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദി ബിയറിഷ് സിഗ്നൽ. ഓക്കെ, ബിയറിഷ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ സപ്പോർട്ട്, അതർവൈസ് ഇറ്റ് വിൽ ബി ഗോയിങ് അപ്പ്. ഓക്കെ, പിന്നീട് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ ടോപ്പ് ആണ്, ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ ബോട്ടം. ഓക്കെ, ഇങ്ങനെ വരുവാണെങ്കിൽ ബോട്ടം വരുവാണെങ്കിൽ ഇത് ഒരു ഡൗൺ ട്രെൻഡ്, പിന്നീട് വലിയൊരു ഡൗൺ ട്രെൻഡ്, പിന്നീട് ഒരു സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ്, പിന്നെ സപ്പോർട്ട് എടുത്തിട്ട് പിന്നീട് നേരെ അപ്പിലേക്ക് പോയിട്ട് വലിയ പ്രൈസ് ആക്ഷൻ അപ്പിലേക്ക് പോകും. ഓക്കെ, ഇതിനാണ് പറയുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ ബോട്ടം എന്ന് പറയുന്നത്. ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഇവിടെ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ്, ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ്, പിന്നീട് വന്നിട്ട് ഇവിടെ വരുമ്പം ഇവിടെ വരെ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് പോകും. ഓക്കെ, ഈ ആ മുകളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഹെഡ് ആൻഡ് ഷോൾഡർ ടോപ്പിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു സപ്പോർട്ട്, പിന്നെ വന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട്, പിന്നെ താഴത്തേക്ക് പോകും. പിന്നീട് അടുത്താണ് ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം. ഓക്കെ, ഇവിടെ ഡബിൾ ടോപ്പ് ആണ്. ഓക്കെ, M പോലെ ഇരിക്കും. ഓക്കെ, ഡബിൾ ടോപ്പ് വന്നു കഴിഞ്ഞിട്ട് ഇത് ഈ സപ്പോർട്ട് ഏരിയയില് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ താഴത്തേക്ക് പോകും. ഓക്കെ,
ദെൻ ഇതാണ് ടാർജറ്റ്, ഇവിടെ വരുന്ന ടാർജറ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഷോർട്ട് ചെയ്യുമ്പോൾ ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡബ്ല്യു പോലെ വരും. ഓക്കെ, ഡബ്ല്യു പോലെ വന്നിട്ട് നേരെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് കഴിഞ്ഞാൽ അപ്പിലേക്ക് പോകും. ഇവിടുത്തെ ഈ പാർട്ടിനെ ബ്രേക്ക് കഴിഞ്ഞാൽ അപ്പിലേക്ക് പോകും. ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം. ഇവിടെ കണ്ടോ, ഇത് ഡബിൾ ബോട്ടം ആണ്. ഇത് കണ്ടോ, ഇത് രണ്ടും ഡബിൾ ബോട്ടം ആണ്. ഈ ഡബിൾ ബോട്ടത്തിനകത്ത് ഇതാണ് ഏറ്റവും മുകളിലുള്ള പ്രൈസ് അല്ലേ, ഈ പ്രൈസ് അല്ലേ. അപ്പം ഇവിടെ ബ്രേക്ക് ചെയ്തു, ഈ ലൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ നേരെ അപ്പിലേക്ക് പോയി. കണ്ടോ, റൗണ്ട് പോലെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ചാൻസ് ഫോർ ദി അപ് ട്രെൻഡ് ആണ്. പിന്നീടുള്ളത് ബോട്ടമിംഗ് ഫോർമേഷൻസ്. ജസ്റ്റ് ലൈക്ക് ദീസ് ഫോർമേഷൻസ് യൂഷ്വലി സിഗ്നൽ ഫോർ എ റിവേഴ്സൽ ഓഫ് എ ട്രെൻഡ്. ഓക്കെ, ഇത് ബോർഡനിങ് വന്നിട്ട് വലുതാവും. ആദ്യം നമ്മൾ കണ്ട എന്താണ്, അസെൻഡിങ് ട്രയാങ്കിൾ ഇത് ഷോർട്ട് ആവുകയാണ്. ഓക്കെ, ഈ ഭാഗത്ത് നമ്മൾ ഷോർട്ട് ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഷോർട്ടനിങ് ആണ്. ഓക്കെ, ഇത് ബോർഡനിങ് ആണ്. മനസ്സിലായോ? ട്രയാങ്കിൾ വിൽ ബി ബോർഡനിങ്. ബോർഡനിങ് എന്ന് പറഞ്ഞാൽ എന്താ, വലുതാകുമ്പോൾ അതിന്റെ ഇത് 6 ആക് മോഷൻ വലുതാവും, അപ് ട്രെൻഡിലേക്ക് പോകും. ഇവിടെ സപ്പോർട്ട് കിട്ടിയിട്ട് അപ് ട്രെൻഡിലേക്ക് പോകും. അതുപോലെ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ഡൗണിലേക്ക് പോകും. ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് അത് നമ്മൾ വരച്ച് നോക്കുന്നതിന്റെയാണ്. വരച്ച് നോക്കി നമുക്ക് ഇറക്കി മനസ്സിലാവും. ഇവിടെ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഡബിൾ ബോട്ടം, ഡിസെൻഡിങ് ട്രയാങ്കിൾ, ഗ്യാപ്പ് ഷുഡ് ഗെറ്റ് ഫിൽ. ഇവിടെ ഗ്യാപ്പ് ഫിൽ ചെയ്തില്ല. ഓക്കെ, അപ്പൊ അപ് ട്രെൻഡിലേക്ക് പോകും. ഓക്കെ, ഗ്യാപ്പ് ഫിൽ ചെയ്തില്ലെങ്കിൽ അപ് ട്രെൻഡിലേക്ക് പോകും. അങ്ങനെ കൊടുക്കണം. ഇത് മൂവിംഗ് ആവറേജ് ആണ്. ഇത് മൂവിംഗ് ആവറേജ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ലൈൻ എല്ലാം ഏത് ലൈനിലേക്കാണ് സ്റ്റാർട്ട് ആവുന്ന, ക്ലോസ് ആവുന്ന മൂവിംഗ് ആവറേജ് ഇവിടെ ഇങ്ങനെ ഷോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ബ്ലൂ ലൈനിൽ വേണമെങ്കിൽ ഇവിടെ കണ്ടോ, അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രയാങ്കിൾ അതിന് മുകളിലേക്ക് പോകുന്ന ട്രയാങ്കിൾ തന്നെ അർത്ഥം. വരച്ച് കാണിച്ചില്ല, പക്ഷെ അത് അത്ര ആക്യുറേറ്റ് ആവുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഈ ട്രയാങ്കിളിന്റെ ഇവിടുന്ന് ഈ മുകളിൽ വന്നിട്ട് റെസിസ്റ്റൻസ് ആണ്, പിന്നെ സപ്പോർട്ട് എടുക്കും. പിന്നീട് മുകളിൽ വന്നിട്ട് റെസിസ്റ്റൻസ് ആണ്, പിന്നെ സപ്പോർട്ട് എടുക്കും. പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് ആണ്, സപ്പോർട്ട് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്, പിന്നെ അപ് ട്രെൻഡിലേക്ക് പോകും. ഓക്കെ, പക്ഷെ ഞാൻ ഇവിടെ ചുമ്മാ കാണിച്ചെന്നുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് വന്നിട്ട് അപ് ട്രെൻഡിലേക്ക് പോകും. മനസ്സിലായോ? ഇപ്പൊ അപ് ട്രെൻഡിലേക്ക് അല്ല, ഡൗൺ ട്രെൻഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ അപ് ട്രെൻഡിലേക്ക് പോകും. ഓക്കെ, ഈ പാർട്ട് ഇവിടെ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ അപ് ട്രെൻഡിലേക്ക് പോകും. നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെച്ചാൽ അതല്ല ശരിക്കും, അത് അതിന്റെ അല്ലത്. ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ട്, 4 സപ്പോർട്ട് എടുത്തു. ഓക്കെ, എന്നിട്ട് 4 സപ്പോർട്ടും കിട്ടിയില്ല, താഴത്തേക്ക് പോയി. അപ്പൊ അത് മറ്റേ ട്രയാങ്കിൾ ആണ്. നേരത്തെ നമ്മൾ ഓപ്പോസിറ്റ് ഇപ്പൊ പറഞ്ഞത് ഇത് ഡിസെൻഡിങ് ട്രയാങ്കിൾ ആണ്. 1 അവർ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇത് കണ്ടോ, ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്യുക. ഇത് കണ്ടോ, ഈ ഭാഗത്ത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നാളേക്കാണ് ഡൗണിലേക്കായിരിക്കും ട്രെൻഡ്. അത് കൺസോൾട്ടേഷൻ കണ്ടിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇത് ഇവിടം വരെ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ അതങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നുണ്ടോ, ഈ ലൈൻ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ ലൈനിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 37,200 മുകളിൽ പോയി കഴിഞ്ഞാൽ, ഓക്കെ, 37,200 പോയി കഴിഞ്ഞാൽ അപ് ട്രെൻഡിലേക്കുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്കെയിൽ വരയ്ക്കില്ല, സ്കെയിലാണ്. ഓക്കെ, നമുക്ക് വലിയ ഓപ്ഷൻസ് ആയിട്ട് എടുക്കാം, ചെറുതായിട്ട് എടുക്കാം. ഓക്കെ, ഓരോരോ റേഞ്ചിൽ എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഓരോ റേഞ്ചിൽ വെച്ച് വരച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ എന്നിട്ട് അവിടെ ഈ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത റേഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് റേഞ്ച് ബോർഡിലാണ്. ഇതിന്റെ അകത്ത് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡൗണിലേക്ക് പോയി. ഓക്കെ, സാധാരണ സ്കെയിൽ പോലെ വരയ്ക്കുന്നത്. രണ്ടാമത്തെ പറഞ്ഞാൽ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിച്ച് ഫോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫോർക്ക് പോലത്തെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഈ ഫോർക്ക് പോലെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ 3 ഫോർക്ക് പോലത്തെ 3 പാർട്ടിലും അപ്പർ ബാൻഡ്, മീഡിയം ബാൻഡ്, ലോവർ ബാൻഡ്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും 3 ബാൻഡ് കാണുന്നുണ്ട്. പിന്നീട് അടുത്ത ബ്രഷ് ആണ്. ബ്രഷ് വെച്ച് നമുക്ക് ഓരോ ബ്രഷ് വെച്ച് ഓരോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ പോയിന്റ്സ് വെച്ച് നമുക്ക് ഇങ്ങനെ വരച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ പ്രൈസ് നമുക്ക് മേടിക്കാം. ഇതിപ്പോ കറണ്ട് പ്രൈസ് ആണ്. ഓക്കെ, ഗ്രീൻ ആയിട്ട് കിടക്കുന്ന കറണ്ട് പ്രൈസ്. പിന്നെ നമുക്ക് ഈ റേഞ്ച് പ്രൈസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളൊരു അനാലിസിസ് എടുത്താണ്. ഓക്കെ, അതിന്റെ നമുക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാം. തന്നെ ആയിക്കോളും, നമ്മളൊന്നും ചെയ്യണ്ട.
ആ ബ്രഷ് വെച്ച് നമുക്ക് വരച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഈ റേഞ്ചിന്റെ ഇടയ്ക്കാണ് വരുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് എഴുതാവുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും എഴുതണം, ടെക്സ്റ്റ് എഴുതണം. അപ്പൊ നമുക്ക് അതിനകത്ത് ടെക്സ്റ്റ് എഴുതി വയ്ക്കാം. നമ്മൾ ഏതെങ്കിലും ക്ലാസ്സുകളൊക്കെ എഴുതിക്കണം. ഓക്കെ, BTC പെയർ എന്നുള്ളപ്പോൾ വരും. പിന്നീട് ഇതും ഈ കാണുന്ന തന്നെ സൈഫർ പാറ്റേൺ എന്ന് പറഞ്ഞ പാറ്റേൺ ഒരു ഓരോരോ പാറ്റേൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് ഇപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എ പാറ്റേൺ 0 ബി സി അവിടെ തന്നെ ഉണ്ട്, ഡി ഇ അങ്ങനെയുള്ള പാറ്റേൺ ആയിട്ട് വരും. സെയിം അടുത്ത പാറ്റേണും അതുപോലെ തന്നെയുള്ള സെയിം പാറ്റേൺ ആണ്. ലോങ് പൊസിഷൻ ആണെങ്കിൽ ലോങ് പൊസിഷൻ. ഓക്കെ, ഇതിന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈസിന് ഏതെങ്കിലും പ്രൈസിന് മേടിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ നമ്മുടെ ടാർഗറ്റ് ഇത്. ഓക്കെ, നമ്മൾ ഈ പ്രൈസിന് മേടിച്ചു. ഓക്കെ, ഷോർട്ട് ചെയ്യുവാണെങ്കിൽ ഈ പ്രൈസ് ഷോർട്ട് ചെയ്തിട്ട് ഇവിടെ എടുക്കാം. വേണ്ട, ഈ പ്രൈസ് മേടിച്ചു. ടാർഗറ്റ് വെക്കേണ്ടത് 40 to 45. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഓക്കെ, ഷോർട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 37,290, 37,260, 37,260. പിന്നെ ഇത് ഓരോരോ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഷോ ചെയ്യാൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാണിക്കുമ്പോൾ വീഡിയോ കാണിക്കാം അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇത് സ്കെയില്, അടുത്ത സ്കെയില്. സാധാരണ സ്കെയിൽ പോലെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ ചെയ്യാം. സൂം ചെയ്ത് കാണുന്നത്. ഓക്കെ, സൂം ചെയ്ത് കാണുന്നത്. ഇത് ഒരു റേഞ്ച് ബൗണ്ട് ഷോ ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടി വലുതാക്കി നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു റേഞ്ച് ബൗണ്ട് ഇത് അനലൈസ് ചെയ്യാൻ പറ്റും. ഡ്രോയിങ് മോഡിന് സ്റ്റേ ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരിട്ട് നമുക്ക് മൂവിങ് ആവറേജ് ഏതൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നപോലെ നമുക്ക് മാറ്റാൻ പറ്റും. മൂവിങ് ആവറേജ് ഒക്കെയാണെന്നുള്ള അനലൈസ് ചെയ്യാൻ കഴിയും. ഇതോടെ മെയിനായിട്ട്. ഓക്കെ, Subscribe now.